ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചർ ഇൻ എ ബനിയൻ ട്രീ എന്ന ഒന്നാമത്തെ യൂണിറ്റാണ്. ഈ പാഠം എങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കാം എന്നതിനെ പറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നേച്ചർ ഈസ് അവർ മദർ, ഓൾ ലിവിങ് തിങ്സ് ആർ ഹെർ ചിൽഡ്രൻ. ആസ് ചിൽഡ്രൻ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ലവ് ആൻഡ് പ്രൊട്ടക്ട് നേച്ചർ. ഇഫ് വി കെയർ ആൻഡ് ലവ് നേച്ചർ, ഇറ്റ് വിൽ ബ്ലെസ് അസ് വിത്ത് എവറിത്തിങ് വി നീഡ്. The unit has a story, Adventure in a Banyan Tree by Ruskin Bond. റസ്കിൻ ബോണ്ടാണ് ഈ അഡ്വഞ്ചർ ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള നമ്മുടെ ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത്. റസ്കിൻ ബോണ്ട് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് അദ്ദേഹം? ജനിച്ചിരിക്കുന്നത് മെയ് 19, 1934, കഷലി, ഹിമാചൽ പ്രദേശ്. ഓക്യുപ്പേഷൻ, അദ്ദേഹത്തിൻ്റെ ജോലി ഇന്ത്യൻ റൈറ്റർ ഓഫ് ബ്രിട്ടീഷ് ഡീസൻറ്റ്. ഇന്ത്യൻ റൈറ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്കൂളിങ് ബിഷപ്പ് കോട്ടൺ സ്കൂൾ ഇൻ ഷിംലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വർക്കുകളൊക്കെ ദ റൂം ഓൺ ദ റൂഫ് ഡിബറ്റ് നോവൽ, വേഗറൻറ്റ് ഇൻ ദ വാലി, ഡൽഹി ഈസ് നോട്ട് ഫോർ എ ഫൈറ്റ് ഓഫ് പീജിയൻസ് നോവലാണത്. ദ വുമൺ ഓൺ പ്ലാറ്റ്ഫോം, ദ ബ്ലൂ അംബ്രല്ല, ലവ് ഇസ് എ സാഡ് സോങ്, ഷോർട്ട് സ്റ്റോറീസ്. അദ്ദേഹം ഒരു ഫിലിം ക്രെഡിറ്റ്സ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റിസീവ്ഡ് ദ ജോൺ ലിലിൻ റൈസ് മെമ്മോറിയൽ പ്രൈസ് ഫോർ ദ റൂം ഓൺ ദ റൂഫ്. അത് 1957 ആൻഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഔർ ട്രീ സ്റ്റിൽ ഗ്രോയിങ് ഡെറ. ഈ സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1999. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം, അഡ്വഞ്ചർ ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠഭാഗം നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. The house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than the grandfather, as old as the town of Daghra, nestling in a valley at the foot of the Himalaya. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ് ഇതിൻ്റെ മലയാള അർത്ഥം നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തച്ഛൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എൻ്റേതായിരുന്നു. കാരണം 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാൻ ആവില്ലായിരുന്നു. മുത്തശ്ശി പലപ്പോഴും ഇതിൻ്റെ പേരിൽ മുത്തച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സുവരെ ജീവിച്ച ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണു മരിക്കാനിടയില്ലായിരുന്നെങ്കിൽ വീണ്ടും വളരെ കാലം ജീവിക്കുമായിരുന്നു. ഡെസ്മണ്ടിലെ പ്രഭയെക്കുറിച്ചായിരുന്നു മുത്തശ്ശിയുടെ പരാമർശം. പടർന്നു നിൽക്കുന്ന ആലിൻ കൊമ്പുകൾ മണ്ണിലേക്ക് വളഞ്ഞ് വേരൊലിച്ച് കമാനങ്ങളുടെ കുറുക്കുവഴികൾ തീർത്തിരുന്നത് എനിക്ക് അതിരില്ലാത്ത സന്തോഷം പ്രദാനം ചെയ്തിരുന്നു. ആൽമരത്തിന് വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു, മുത്തച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലകൊള്ളുന്ന ഡെഹ്റ പട്ടണത്തോളം പ്രായമുണ്ടായിരുന്നു എൻ്റെ ഈ ആൽമരത്തിന്. നമുക്കറിയാം, ഇതൊരു ചെറിയൊരു പാരഗ്രാഫാണ്. ഇതിൽ കുറച്ച് വാക്കുകൾ, നമ്മളെ പുതിയ പുതിയ വാക്കുകൾ ഇതിലുണ്ട്. ഏതൊക്കെയാണ് വാക്കുകൾ? നമുക്ക് ഒന്നാമത്തെ വാക്ക് അഡ്വഞ്ചർ എന്നാണ്. ഒന്നാമത്തെ വാക്ക് അഡ്വഞ്ചർ. രണ്ടാമത്തെ ഡൊമൈനാണ്. മൂന്നാമത്തെ ടീസാണ്. നാലാമത്തത് മെയ്സാണ്. അഞ്ചാമത്തത് അടുത്ത പാരഗ്രാഫിലുള്ള വാക്കുകളാണ്. നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് അത് നെസ്റ്റിൽ, അടുത്ത മെയ്സ് കഴിഞ്ഞ നെസ്റ്റിലാണ്. അതേപോലെ തന്നെ റീസൻറ്റ്, അതുപോലെ തന്നെ ആം, അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ വരുന്ന കറ്റാപ്പിൾട്ട്, അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ വരുന്ന ഡെൽവ്, അതുപോലെ തന്നെ ഹെഡ് സ്റ്റോങ്. ഇതൊക്കെയാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള നമ്മൾ പുതിയ വാക്കുകൾ. അത് നമുക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപകട സാധ്യത നിറഞ്ഞ സംരംഭം അല്ലെങ്കിൽ വീരസാഹസ പ്രവൃത്തി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഭൂസ്വത്താണ്. അതുപോലെ തന്നെ ആധിപത്യം എന്ന് പറയും. അതേപോലെ തന്നെ സാമ്രാജ്യം എന്നും ഡൊമൈൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കളിയാക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ടീസ് എന്ന് പറയുന്നത്. മെയ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുകളുള്ള ദുർഘടമായ അനേകം
ചുറ്റുമുള്ള വഴികൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയ്സ് എന്ന് പറയുന്നത്. അവൾ നെസ്റ്റിൽ സ്ഥിരമായി സുസ്ഥിരമായി അല്ലെങ്കിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന നമ്മളെ നെസ്റ്റിൽ കൂട് എന്നൊക്കെ പറയും പോലെ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ നെസ്റ്റിൽ എന്ന് പറയുന്നത്. അതുപോലെ റീസെൻ്റ് ഇഷ്ടക്കേട് തോന്നുക അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുക, ഇതൊക്കെ റീസെൻറ്റിൻ്റെ വാക്കാണ്. ആം നമുക്കറിയാം, ആയുധം എന്നുള്ള വാക്കിനെയാണ് നമ്മൾ ആം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെറ്റാപ്പുൾട്ട്, തെറ്റാലി അല്ലെങ്കിൽ കവണക്കാണ് നമ്മൾ കെറ്റാപ്പുൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാസ്പൂൾ എന്നൊക്കെ പറയുന്ന സാധനത്തിനാണ് കെറ്റാപ്പുൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഡെൽവ്, തിരയുക, നമ്മുടെ ചുറ്റിലും തിരയുന്നതാണ് നമ്മൾ പിന്നെ ഡെൽവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ്സ്ട്രോങ്, എന്താണ് ഹെഡ്സ്ട്രോങ്? എ പേഴ്സൺ ഹു ഇസ് ഡിറ്റർമിൻഡ് ടു ഡു തിങ്സ് ഇസ് ഓൺ വേ ആൻഡ് റിഫ്യൂസ് ടു ലിസൺ ടു അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ വാക്കുകളൊന്നും സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഹെഡ്സ്ട്രോങ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് വരുന്നത്. എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? മൈ ഫസ്റ്റ് ഫ്രണ്ട്. നമുക്കറിയാം രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാണ്, പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാണ് അല്ലേ, എന്താണ് പറയുന്നത്? മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ arching his back and sniffing into the air. He seemed at first to resent my invasion. അത് പുതിയ വാക്ക് അതിൽ കണ്ടില്ല, റീസെൻ്റ് എന്നുള്ള പുതിയ വാക്ക്, ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuits, he grew bolder and finally became familiar enough to take food from my hands. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്ന പാഠഭാഗം. അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ മലയാളം പറയുന്നത്? ഞാൻ പരിചയപ്പെട്ട എൻ്റെ ആദ്യത്തെ ചങ്ങാതി അല്ലേ, അതാണ് അതിൽ പറയുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ഞാൻ പരിചയപ്പെട്ട എൻ്റെ ആദ്യത്തെ ചങ്ങാതി ഒരു തവിട്ട് നിറമുള്ള അണ്ണാനായിരുന്നു അല്ലേ. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. ഇതാണ് രണ്ടാമത്തെ ലൈനിൽ പറയുന്നത്. മുതുക് വളച്ച് അന്തരീക്ഷത്തിൽ മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറിയതിൻ്റെ എതിർപ്പ് അവൻ പ്രകടിപ്പിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കൈവശം തെറ്റാലിയോ അല്ലെങ്കിൽ എയർ ഗണ്ണോ ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ സൗഹൃദമുള്ളവനായി. ഞാനവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാനായി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനവന് എന്താണ് കൊടുത്തിരിക്കുന്നത്? അവന് കേക്കിൻ്റെയും അതേപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയും കഷ്ണം കൊടുത്തു അല്ലേ. പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഹീ ഗ്രൂ ഓൾഡർ. അങ്ങനെ അവൻ എന്തായി? അവൻ പെട്ടെന്ന് തന്നെ കേക്കും ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വളരെ വലുതായി, അതുപോലെ തന്നെ ധൈര്യവാനായി. ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം എടുക്കാൻ മാത്രം അവൻ ഇണക്കമുള്ളവനായി. അതാണ് പറഞ്ഞത്. ഒടുവിൽ അവൻ ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ എന്താണോ വേണ്ടത് അത് തിരയാൻ എൻ്റെ ശരീരത്തിൽ വന്ന് എൻ്റെ പോക്കറ്റും ഇതൊക്കെ പരിശോധിക്കാൻ ആർക്ക് ധൈര്യമുണ്ടായി? അവന് ധൈര്യമുണ്ടായി. അധികം താമസിയാതെ എൻ്റെ പോക്കറ്റിൽ പരതാനും അതേപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്നത് എന്തും തിന്നാനും തുടങ്ങി. അവൻ ചെറുപ്രായത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവൻ തന്നിഷ്ടക്കാരനും വിഡ്ഢിയുമാണെന്ന് അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും കരുതി. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അല്ലേ. ഹി വാസ് വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. മനുഷ്യനെ വിശ്വസിക്കുക എന്നുള്ളത് അവൻ്റെ ചങ്ങാതിമാരും അവൻ്റെ ബന്ധുക്കളും വിചാരിച്ചു മനുഷ്യനെ വിശ്വസിക്കുക എന്നുള്ളത് അവൻ്റെ ഫൂളിഷ്നെസ്സാണ്, അവൻ്റെ വിഡ്ഢിത്തമാണ് അവൻ ചെയ്യുന്നത് എന്നാണ്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ പാരഗ്രാഫിൽ അത് മാത്രമല്ല, നമ്മൾ വീണ്ടും അവിടെ ഒരു ചോദ്യം കണ്ടു. എന്താണ് ചോദ്യം? അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ട് എന്താ ചോദ്യം? ആ ചോദ്യം കൊടുത്തത് എന്താണ്? ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേസ്? എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത്? ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ.
ആ വീടും അതുപോലെ തന്നെ ആ പ്രദേശമൊക്കെ ഗ്രാൻഡ് ഫാദറുടെ കയ്യിലായിരുന്നു, അദ്ദേഹം കയ്യിൽ. ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ ആ വലിയ ഭീമാകാരനായ ബനിയൻ ട്രീ ആരുതായിരുന്നു? ബനിയൻ ട്രീ വാസ് മൈൻ, എൻ്റേതായിരുന്നു. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് എന്നാണ് ആ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരമാണ്. എന്തുകൊണ്ടാണ് കുട്ടി പറയുന്നത് ആ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ബനിയൻ ട്രീ എൻ്റേതാണ് എന്ന് കുട്ടി പറയാനുള്ള കാരണം എന്താണ്? ഇത്രയും പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗങ്ങൾ അടുത്ത ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി അത് കേട്ടതിന് ശേഷം നിങ്ങൾ അത് വായിച്ച് നോക്കിയതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എന്നാലും ഞാൻ ഇടുന്ന ഓരോന്നും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ഓരോ പാഠഭാഗത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എന്തിലുണ്ടാവും, നമ്മുടെ ഈ പാഠഭാഗത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ, ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നോട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും ഇത് കേട്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.